അനുദിനം കോഴിക്കോട് പോലെ തന്നെ അതിനേക്കാളേറെ അപകടം നമുക്ക് പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റ് മുതൽ കേദാരം, പാളയം, ഒടുവിലിതാ ജനറൽ ആശുപത്രി, ഇതെല്ലാം നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടും ഇപ്പോഴും ഫയർ റെസ്ക്യൂ സംവിധാനങ്ങളൊന്നുമില്ലാതെ അവയെല്ലാം തുടരുകയാണ്. എന്താണ് അധികൃതർ ഇതിന് നൽകുന്ന മറുപടി? മാർഷൽ, ഒരുപക്ഷെ തിരുവനന്തപുരം പോലെ കേരളത്തിൽ അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള മറ്റൊരു നഗരമുണ്ടോയെന്ന് സംശയമാണ്. കാരണം പൗരാണികമായ നഗരമാണ്. പല കെട്ടിടങ്ങളും, പ്രത്യേകിച്ച് ഓഫീസ് കെട്ടിടങ്ങളടക്കം രാജഭരണകാലത്തൊക്കെ നിർമ്മിച്ചവയുമാണ്. അതിലൊന്നും ഈ ഫയർ ആൻഡ് സേഫ്റ്റി നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമില്ല. അതിന് അത്തരം കെട്ടിടങ്ങളിൽ പകരം എന്തെങ്കിലും സംവിധാനം ഒരുക്കാനും അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ ചാല മാർക്കറ്റാണ് പ്രധാനമായും തിരുവനന്തപുരത്ത് അപകടാവസ്ഥയിലുള്ളൊരു സ്ഥലം. അവിടെ നിരവധി തവണ തീപിടുത്തം ഉണ്ടായതാണ്. അതിന് പ്രതിവിധി ആയിട്ട് ഫയർഫോഴ്സ് പല കാര്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപ്പാക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ ഹൈഡ്രന്റുകൾ ചാലയിൽ അത്യാവശ്യമാണെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. കാരണം ഈ ചാലയ്ക്കകത്തൂടെയുള്ള മെയിൻ റോഡ്, അതുകൂടാതെ ഇടവഴികൾ ഒരുപാടുണ്ട്. അതിലേക്കൊന്നും ഫയർഫോഴ്സിൻ്റെ വാഹനം കടന്നു പോകില്ല. അപ്പോൾ അവിടെയൊക്കെ ഹൈഡ്രന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പല ഹൈഡ്രന്റുകളുടെയും പ്രശ്നം, അത് വെള്ളം അതിന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം വ്യാപാരികൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. അതിൽ നിന്ന് വെള്ളം കടയിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കും. അപ്പോൾ പ്രഷർ കുറച്ച് വെച്ചിരിക്കുകയാണ്. ചില ഹൈഡ്രന്റുകൾ അതിപ്പോൾ ഈ കച്ചവടക്കാരൊക്കെ അതിൻ്റെ മുകളിൽ മറ്റേതെങ്കിലും കെട്ടിടങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുകൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സാധനങ്ങൾ വെച്ചത് മറച്ചിടുകയോ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു തീപിടുത്തം ചാലക്കമ്പോളത്തിൽ ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ പുതിയ സ്റ്റാൻഡിൽ കണ്ടതുപോലെ, കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ കണ്ടതുപോലെ അത് കത്തി അമരുന്നത് കൈകെട്ടി നോക്കി നിൽക്കാനേ കഴിയൂ എന്നുള്ളൊരു നിലയിലാണ് ചാലക്കമ്പോളത്തിലെ കാര്യങ്ങൾ. അതുമാത്രമല്ല, നമ്മൾ ഇന്നലെ പ്രധാനമായും അന്വേഷിച്ചത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഇല്ലാത്ത ഏതൊക്കെ കെട്ടിടങ്ങളാണ്. വിരലിലുണ്ടാകുന്ന കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫയർഫോഴ്സിനെ സമീപിച്ചപ്പോൾ അവർ നിരത്തുന്നത് നൂറുകണക്കിന് കെട്ടിടങ്ങളുടെ പട്ടികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില പേരുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ, ജനറൽ ആശുപത്രിയിലെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. മെഡിക്കൽ കോളേജിൽ ട്രേഡയുടെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് NOC ഇല്ല. മാത്രമല്ല അവിടെ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് കടന്നെത്താൻ പറ്റാത്ത രീതിയിലാണ് ആ കെട്ടിടത്തിന്റെ നിർമ്മാണം തന്നെ. അപ്പോൾ നോക്കൂ, ഇപ്പോ പ്രൈവറ്റ് കെട്ടിടങ്ങളാണ് എങ്കിൽ നിയമലംഘനം എന്നൊക്കെ പറയാം. പക്ഷേ സർക്കാർ കെട്ടിടങ്ങൾക്ക്, അതും ആശുപത്രികൾ പോലെയുള്ള സംവിധാനങ്ങൾക്ക് പോലും ഫയർ NOC ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടൊരു ചൂതുകളിയല്ലേ നടക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ അപകടാവസ്ഥയിലുള്ളത്. പ്രത്യേകിച്ച് ആറ്റുകാൽ കോംപ്ലക്സ്, അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് ചേർന്നിരിക്കുന്ന കോംപ്ലക്സ് ആണ്. മാത്രമല്ല കിഴക്കേക്കോട്ടയിലാണ്, നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആ കെട്ടിടത്തിനുള്ളിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിനുള്ളിലേക്ക് കടന്ന് ഫയർഫോഴ്സിൻ്റെ വാഹനം, അതൊരു കോട്ട, കിഴക്കേക്കോട്ടക്കാട്ടിയും വലിയൊരു കോട്ട പോലെയാണ് ആ കെട്ടിടം നിൽക്കുന്നത്. ഒരു രീതിയിലും അതിനുള്ളിലേക്ക് ആക്സസ് കൊടുക്കാൻ, പ്രത്യേകിച്ച് ഈ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ആക്സസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ല കെട്ടിടത്തിൻ്റെ നിർമ്മാണം. അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ ഇനി കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ തന്നെ അതിൽ പിന്നീട് കോർപ്പറേഷൻ അറിയാതെ ഉണ്ടാക്കുന്ന മറ്റ് കൂട്ടിച്ചേർക്കലുകൾ, അതാത് സ്ഥാപനങ്ങളുടെ സൗകര്യാർത്ഥം കെട്ടിയടയ്ക്കുക. ഈ ചാലക്കമ്പോളത്തിൽ തന്നെ പല കെട്ടിടങ്ങളുടെയും ഒരു വലിയ അപകടാവസ്ഥ ഫയർഫോഴ്സ് ചൂണ്ടിക്കാണിച്ചത്, ഇതിലെ പല കെട്ടിടങ്ങളുടെയും റൂഫ് ടോപ്പുകൾ കെട്ടിയടച്ച് മേൽക്കൂര നിർമ്മിച്ച് അതിനുള്ളിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിക്കുന്നു എന്നുള്ളതാണ്. അവരവിടെ പാചകവും മറ്റുമൊക്കെ യഥേഷ്ടം നടത്തുന്നുണ്ട്. ഈ തവണ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഫയർ ഓഡിറ്റിങ്ങിന് പോയപ്പോൾ ചാലക്കമ്പോളത്തിൽ നിരവധി കടകളുടെ മുകളിൽ ആ രീതിയിലുള്ള താമസങ്ങൾ കണ്ടു. അത് അവർ ഒഴിപ്പിക്കുകയും ചെയ്തു. ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്, ഈ ഫയർ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അവർ ആ സമയത്താണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ നോട്ടീസ് കൊടുക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ ഇതെല്ലാം മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അതിനനുസരിച്ച് അത് ശരിയായോ എന്ന് നോക്കാൻ പോകുമ്പോൾ അതെല്ലാം ക്ലിയർ ആയിരിക്കും. ആ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയപടി ഉടൻ തന്നെ അവർ അതേ സ്ഥിതിയിലേക്ക് പോകും. പക്ഷേ അതിന് കൃത്യമായ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു അംഗബലം ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കില്ല. സാധാരണ പോലീസിലൊക്കെ ബീറ്റ് ഓഫീസർമാരുണ്ട്. സ്വാഭാവികമാണ്. അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കുറവ് ഇത് വളരെയധികം ബാധിച്ചിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഓരോ തവണയും പരിശോധന നടത്തുവാൻ മാത്രമേ ഇവർക്ക് സാധിക്കൂ. തുടർ നടപടിയിലേക്ക് പോകുന്നില്ല.